നമസ്തേ പ്രിയമിത്രങ്ങളെ. തിരുവോണം, അവിട്ടം, ചതയം എന്നീ നാളുകൾക്ക് 2026 എപ്രകാരമായിരിക്കും? എന്തൊക്കെ ഗുണങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്? എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള മാർഗ തടസ്സങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? എങ്കിൽ അവയ്ക്കുള്ള പരിഹാരം എന്താണ്? ഇത്യാദി കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അന്വേഷിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് തിരുവോണ നാളിനെ പറ്റിയാണ്. തിരുവോണ നക്ഷത്ര ജാതർക്ക് ജൂൺ വരെ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ജോലിപരമായ മാർഗ തടസ്സങ്ങൾ, അതിലൂടെ മനഃശാന്തിയുടെ അഭാവം, സാമ്പത്തികമായ ഞെരുക്കം, സ്വസ്ഥത ഇല്ലായ്മ, കലുഷിതമായ കുടുംബ അന്തരീക്ഷം, രോഗസാധ്യത ഇവയാണ് ആദ്യ 6 മാസങ്ങളിൽ എത്തപ്പെടാൻ സാധ്യതയുള്ളതായി കാണപ്പെടുന്നത്. എന്നാൽ ജൂൺ മാസം കഴിയുന്നതോടുകൂടി കാര്യങ്ങൾക്ക് പരിഹാരം ലഭിക്കുമെന്നും കാണപ്പെടുന്നു. ജോലിയിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിയാതെയും കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും തീരുമാനിച്ചിരുന്നതും നടത്തേണ്ടതുമായുള്ള മംഗളകർമ്മങ്ങൾ നടത്താൻ കഴിയാതെ വരികയും മാനസിക സംഘർഷം അനുഭവിക്കാനുള്ള സാധ്യതയും തുടക്കത്തിൽ കാണപ്പെടുന്നു. എങ്കിലും ജൂൺ മാസം കഴിയുന്നതോടുകൂടി കാര്യങ്ങൾ മാറുകയും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീജനങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ആവോളം ലഭിക്കാനുള്ള സാധ്യത കാണപ്പെടുകയും ചെയ്യും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളോടുകൂടി കർമ്മത്തിൽ അല്പം തെളിമ കാണപ്പെടുകയും മംഗളകർമ്മങ്ങൾ നടത്തുവാനും നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ ഭാഗമാകുവാനും കടബാധ്യത തീർക്കുവാനും കച്ചവടത്തിൽ നിന്ന് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്ന് ലാഭം നേടുവാനുമുള്ള അവസരം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലുള്ള ഈ പരീക്ഷണ ഘട്ടത്തെ മറികടക്കണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, ഈശ്വര അനുഗ്രഹം നേടുക എന്നത് മാത്രമാണ് ഏകമായ പോംവഴി. സൽക്കർമ്മങ്ങളിൽ ഇടപെടുക, സാധുജന സേവ നടത്തുക, അതോടൊപ്പം തന്നെ സർവേശ്വര ഭജനം നടത്തുകയും ഗുരുവായൂരപ്പനെ നിരന്തരം ഭജിക്കുകയും കൃഷ്ണനാമം ജപിക്കുകയും കഴിയുമെങ്കിൽ ശ്രീകൃഷ്ണ അഷ്ടോത്തരം മുടക്കം കൂടാതെ എല്ലാ ദിനവും ജപിക്കുവാൻ കൂടി ശ്രമിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ചെറിയ രീതിയിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മനധൈര്യത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി ശ്രീകൃഷ്ണ ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ആദ്യ പാദത്തെ കടന്ന് 2ാം പാദത്തിലേക്ക് വിജയകരമായി എത്തിച്ചേരുവാൻ കഴിയും. ഇനിയും നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് അവിട്ടം നക്ഷത്ര ജാതരെ പറ്റിയാണ്. അവിട്ട നക്ഷത്ര ജാതർക്കും തുടക്കത്തിൽ കുറേയേറെ കഷ്ടതകളും പിന്നീട് കഷ്ടതകൾക്ക് ശമനവുമാണ് കാണപ്പെടുന്നത്. അവർക്ക് കുടുംബത്തിലാണെങ്കിലും സ്വസ്ഥത നഷ്ടപ്പെടാം, തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം, സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടാം, അപ്രതീക്ഷിതങ്ങളായ പല രീതിയിലുള്ള തടസ്സങ്ങളെ നേരിടേണ്ടി വന്നേക്കാം, ശത്രുബാധയും വിദ്വേഷങ്ങളുമൊക്കെ ക്രമത്തിലധികമായി വർദ്ധിച്ചേക്കാം. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീജനങ്ങളുടെ കാര്യം അല്പം സങ്കടകരമാണ്. കാരണം അകാരണമായ പല സങ്കടങ്ങളും അവരെ തേടിയെത്തിയേക്കാം. അനാവശ്യമായ പല സങ്കടങ്ങളുടെയും ഫലം അനുഭവിക്കേണ്ടി വന്നേക്കാം. ദേഹാരിഷ്ടത ഇവർക്ക് സംഭവിച്ചേക്കാം. കർമ്മപഥത്തിൽ തടസ്സം എന്നിവ മാറി മാറി എത്താനുള്ള സാധ്യത 2026 കാണപ്പെടുന്നുണ്ട്. മെയ് മാസം കഴിയുന്നതോടുകൂടി കർമ്മതടസ്സത്തിൽ അല്പം വിജയം കരഗതമാവുകയും തുടർ വിദ്യാഭ്യാസവും ഉപരിപഠനമൊക്കെ നടത്താൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം ലഭിക്കാനുള്ള സാധ്യതയും കാണപ്പെടുന്നു. സെപ്റ്റംബർ മാസത്തോട് പുതിയ ജോലിയിൽ കയറുവാനും സാമ്പത്തികമായ ഉന്നതിയെ നേടുവാനുമുള്ള അവസരവും ഈ നക്ഷത്രജാതർക്കായി ലഭിക്കും എന്നതാണ് സൂചന. ഒക്ടോബർ മാസത്തോടുകൂടി ഉറ്റവരുടെ, വളരെ അടുത്ത വേണ്ടപ്പെട്ടവരുടെ ദേഹവിയോഗം സംഭവിക്കാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള യാത്രകൾ ഡിസംബറോട് നടത്താനുള്ള യോഗവും 2026 കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സങ്കടങ്ങൾ എത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിനെ ചെറുക്കുവാനും അതിൻ്റെ തീവ്രത കുറയ്ക്കുവാനും ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നവനാണ് ബുദ്ധിമാൻ. പല പല സാധ്യതകളെ നമ്മുടെ മുമ്പിലേക്ക് നൽകുമ്പോൾ, മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ
അതിനെ അവഗണിച്ചുകൊണ്ടും ലഘൂകരിച്ചുകൊണ്ടുമാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ തീവ്രത വർദ്ധിക്കും. അതുകൊണ്ട് ഒരല്പ ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ് 2026 തുടക്കത്തിൽ ഈ നക്ഷത്ര ജാതർക്ക്. മഹാവിഷ്ണുവിനെയും അയ്യപ്പനെയും നിർബന്ധമായും ഭജിക്കണം. വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് വഴിപാട് നടത്തുകയും സാധുജന സേവനവും അതുപോലെ തന്നെ ധർമ്മശാസ്താവിൻ്റെ പ്രീതി ലഭിക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും തീർച്ചയായും അനുഗ്രഹദായകം തന്നെയാണ്. ഇനിയും നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് ചതയം നക്ഷത്ര ജാതരെ പറ്റിയാണ്. ചതയം നക്ഷത്ര ജാതർക്ക് 2026 ഗുണപ്രദം തന്നെയാണ്. വിശിഷ്യ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ രംഗം അതുപോലെ തന്നെ സാമൂഹ്യമായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതമായ സ്ഥാനലബ്ധിയും ആദരവും ലഭിക്കാനുള്ള യോഗമാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് തൊഴിൽ മേഖലകളിൽ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീരത്നങ്ങൾക്ക് വളരെ വളരെ ഗുണപ്രദമാണ്. അവർക്ക് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതനുസരിച്ചിട്ടുള്ള പ്രശസ്തിയും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അർഹതയും ലഭിക്കാനുള്ള യോഗവും കാണപ്പെടുന്നു. മാർച്ച് മാസത്തോടുകൂടി പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടാം എങ്കിലും ആരോഗ്യപരമായി ഒന്ന് ശ്രദ്ധിക്കണം. അനാവശ്യമായ സാഹസിക പരിപാടികളിലൊന്നും ഇടപെടാതിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. ദൂരദേശ പഠനം കാണുന്ന ഈ വർഷയോഗത്തോടൊപ്പം ജൂലൈ മാസത്തോടുകൂടി വ്യവഹാരത്തിൽ, അതായത് പല രീതിയിലുള്ള തർക്കങ്ങൾ, അത് കേസാകാം അല്ലെങ്കിൽ വേറെ ഇതര രീതിയിലുള്ള തർക്കങ്ങളാകാം, അതിലൊക്കെ പരാജയം രുചിക്കേണ്ടതായി വന്നേക്കാം. വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതങ്ങളും ശക്തിമത്തായതുമായ പല തടസ്സങ്ങളെയും നേരിടേണ്ട സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട്. പല രീതിയിലുള്ള തൊഴിലാളി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും അതിലൂടെ മാനസികമായി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള സാധ്യതയും 2026 ഈ നക്ഷത്ര ജാതർക്കായി കാത്തിരിക്കുന്നതായി കാണപ്പെടുന്നു. നാഗദൈവങ്ങളെയും ദേവ സൈന്യാധിപനായ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭജിക്കുന്നത് ഉത്തമമാണ്. സർവ്വവിധമായ അപ്രതീക്ഷിത തടസ്സങ്ങളെ മറികടക്കുവാനും ശത്രുക്കളുടെ മേൽ വിജയം നേടുവാനും ദേവസേനാധിപനായ സുബ്രഹ്മണ്യൻ്റെ കൃപാകടാക്ഷം വളരെ വളരെ ഗുണപ്രദമാണ്. അതോടൊപ്പം തന്നെ എല്ലാവിധമായ വിഷപരമായ ശത്രു ഭയങ്ങളെയും ഇല്ലാതാക്കുവാൻ, അസ്വസ്ഥതകളെ മറികടക്കുവാൻ, അപ്രതീക്ഷിതങ്ങളായ മാർഗതടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നാഗപൂജ അല്ലെങ്കിൽ സർപ്പ ആരാധന വളരെ ഗുണപ്രദമാണ്. നാഗദേവങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്കെത്തി അവിടെ വഴിപാടുകൾ നടത്തുകയും പൂജിക്കുകയും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് തങ്ങളാൽ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതും വളരെ ഗുണപ്രദമാണ്. അപ്പോൾ പല രീതിയിലുള്ള പരീക്ഷണങ്ങളെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടായി വരും. അവിടെ പകച്ചു നിൽക്കുവാനോ അല്ലെങ്കിൽ പരാജയം സംബന്ധിച്ച് പിന്മാറുവാനോ ആകരുത് നമ്മൾ ശ്രമിക്കേണ്ടത്. മറിച്ച് സധൈര്യം മുന്നേറുവാനും അതിന് താങ്ങായി തണലായി സർവേശ്വരനെ കൂട്ടായി ലഭിക്കുവാനുള്ള പ്രവർത്തനം നടത്തി സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, സാധുജന സേവയിലൂടെയാണ് ജീവിതത്തെ നയിക്കുന്നതെങ്കിൽ തീർച്ചയായും സങ്കടങ്ങളുടെ തീവ്രത കുറയുക തന്നെ ചെയ്യും. സർവേശ്വരൻ്റെ കൃപ ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ തിരുവോണം, ഔട്ടം, ചതയം എന്നീ നക്ഷത്രജാതർക്ക് 2026 അധികം കയ്പുകളെ സമ്മാനിക്കാതിരിക്കട്ടെ. ഐശ്വര്യത്തിൻ്റെ നറുതയൻ വിതരണം ചെയ്തുകൊണ്ട് വിജയപ്രദമായ 2027 അവർക്ക് കടക്കുവാൻ സർവേശ്വരൻ സർവദാ അനുഗ്രഹിക്കട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം. ഹരിയും.